ഹായ്, വെൽക്കം ടു കോഡ് യുറക്ക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കീവേഡ് സെർച്ചിനെ പറ്റി പഠിച്ചു. കീവേഡ് എങ്ങനെ കണ്ടുപിടിക്കണം, ഒരു വെബ്സൈറ്റ് നമുക്ക് SEO ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കീവേഡുകൾ എങ്ങനെ കണ്ടുപിടിക്കണം, അതിനൊരു പ്രൈമറി കീവേഡും ഒരു സെക്കൻഡറി കീവേഡും നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിന് നമ്മൾ രണ്ട് ടൂളാണ് പഠിച്ചത്. ഒന്ന് ഗൂഗിൾ കീവേഡ് പ്ലാനറും, മറ്റൊന്ന് നമ്മൾ ഊബർ സെർച്ചിന്റെ ആ എക്സ്റ്റൻഷൻ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനും ഷോ വോളിയം എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്ന കാര്യവും ഒക്കെ നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് എങ്ങനെ രണ്ട് കീവേഡുകൾ, പ്രൈമറി സെക്കൻഡറി കീവേഡുകൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ സെർച്ച് വോളിയം നോക്കണം, SEO ഡിഫിക്കൽറ്റി. അത് കുഴപ്പമില്ലാത്ത സെർച്ച് വോളിയം വേണം. SEO ഡിഫിക്കൽറ്റി ഒരു 0 to 20 വളരെ നല്ലത്. 30 താഴെയുള്ളത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാമെന്നും പഠിച്ചു. അതിനുശേഷം ഈ കീവേഡ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് പഠിച്ചു. ഫസ്റ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെബ്സൈറ്റിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗാണ് എഴുതുന്നെങ്കിൽ ബ്ലോഗിലോ കണ്ടന്റിലാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിന് റൂൾസ് പഠിച്ചു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടന്റിന്റെ അകത്ത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ആ പോപ്പുലർ ആയിരിക്കണം, റാങ്കബിൾ ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്? ലോങ് ടൈല് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഷോർട്ട് ടൈലിലേക്ക് നമ്മൾ ലോങ് ടൈം ഫോക്കസ് ചെയ്ത് ഷോർട്ട് ടൈലിലേക്ക് എത്തുമെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ആ കീവേഡുകൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സെക്കൻഡറിയും പ്രൈമറിയുമായിട്ടുള്ള പ്രൈമറി സെക്കൻഡറി രണ്ട് കീവേഡുകൾ വീതം ഓരോ പേജിലും നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതിനി അതിന്റെ അടുത്ത ഉപയോഗം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ അതിന്റെ കണ്ടന്റിൽ, വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ബ്ലോഗിന്റെ കണ്ടന്റിലാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റാ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലുമാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ മെറ്റാ ടൈറ്റിൽ എന്നുള്ളതും മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉള്ളതും ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഒരു സൈറ്റ്, ഒരു ഗൂഗിൾ എടുത്തതിന് ശേഷം നമ്മൾ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഹെഡിങ് വരും. വെബ്സൈറ്റിന്റെ പേരിനെക്കാട്ടിൽ ഉപരിയായിട്ട് ഇവിടെ ഒരു ഹെഡിങ് കാണിക്കുന്നുണ്ട് ഇല്ലേ? ഇതാണ് മെറ്റാ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇവിടെ കാണിക്കുന്ന അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബ്രൗസറിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ഹെഡിങ്ങും അതിന്റെ ഡിസ്ക്രിപ്ഷനുമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ കീവേഡ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈമറി സെക്കൻഡറി കീവേഡുകൾ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എവിടെയാണ്? ഈ മെറ്റാ ടൈറ്റിലും. ഇതാണ് മെറ്റാ ടൈറ്റിൽ, ഇതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് നമ്മളിപ്പം ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ മെറ്റാ ടൈറ്റിൽ എന്ന് പറയുന്നത്, ഈ മെറ്റാ ടൈറ്റിലും നമ്മൾ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML-ലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ HTML ലാംഗ്വേജിലാണല്ലോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റ് അതിന്റെ HTML കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വ്യൂ പേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ? ഇതാണ് അതിന്റെ HTML കാണുന്നത്. അതിന്റെ HTML ആണ്. ആ വെബ്സൈറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള HTML കോഡാണ് നമ്മളിവിടെ കാണുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നേരെ വ്യൂ പേജ് സോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു ഇതിലായിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇത് നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതല്ല, നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പർ അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ മെറ്റാ ടൈറ്റിലായിട്ടും മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ടും ഞാൻ തരുന്ന ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, നമ്മളത് കൊടുത്തിട്ട് അത് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇട്ട് തരും. പിന്നെ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ചാനലിൽ തന്നെ HTML-ന്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ HTML-ന്റെ അകത്ത് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ട്യൂട്ടോറിയൽസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വരും വീഡിയോസിൽ എങ്ങനെ നമുക്ക് വേർഡ്പ്രസ്സിൽ ഒരു വെബ്സൈറ്റ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, അതല്ലേ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതല്ല നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. ബേസിക് ആയിട്ട് HTML അറിയാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അതുപോലെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ഈ ടാഗുകളിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അവിടെ ഈ മെറ്റാ ടൈറ്റിൽ കൊടുക്കുന്ന ഈ ടൈറ്റിലാണ് നമുക്ക് എവിടെ കാണിക്കുന്നത്? ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ? ഈ റോജർ സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇൻഫോ പാർക്ക് ട്രിവാൻഡ്രം എന്ന് കൊടുത്തിരിക്കുന്നത് അവരെവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഈ മെറ്റാ ടൈറ്റിലാണ്. മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗിന്റെ അകത്താണ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇൻഫോ പാർക്ക് കൊച്ചി ട്രിവാൻഡ്രം എന്ന് കൊടുത്തിരിക്കുന്നത്. കണ്ടോ?
അതാണ് നമുക്ക് ഇവിടെ തന്നെ അവരുടെ ഹെഡിങ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്, കൊച്ചി ട്രിവാൻഡ്രം. ഇത് നിങ്ങൾ ആ മെറ്റ ടാഗിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് അവിടെ കാണിക്കുന്നത്. ഇതാണ് മെറ്റ ടാഗ്. ഇതിവിടെ എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഗൂഗിൾ ടിപ്പിക്കലി ഡിസ്പ്ലേസ് ഫസ്റ്റ് 50 to 60 ക്യാരക്ടേഴ്സേ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ എന്ത് പറ്റും, അതെന്ന് വെച്ചാൽ അത് അവിടെ ഈ 50 to 60 വേർഡ്സ് കഴിയുമ്പോൾ അവിടെ കട്ടായി പോകും. അത് കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ ഒരു ഡോട്ട് വരുന്നുണ്ട്. ഇതിന് ശേഷമുള്ളത് അത് ഡോട്ട് ആയിട്ട് കിടക്കുകയാണ്. ഈ സോഴ്സ് നമ്മൾ എവിടം വരെ കൊടുത്തിരിക്കുന്നത്, അവർ EMI അവൈലബിൾ എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ EMI അവൈലബിൾ എന്നുള്ളത് ഇവിടെ വന്നിട്ടില്ല. കണ്ടോ, ഇത് 60 വേർഡ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കട്ടായി പോകും. 50 to 60 ആണ് ഗൂഗിൾ കാണിക്കുന്ന മെറ്റ ടൈറ്റിലിന്റെ ലെങ്ത്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മെറ്റ ടൈറ്റിൽ കൊടുക്കുന്ന പഠിച്ചു. ഇനി ഈ മെറ്റ ടൈറ്റിൽ എങ്ങനെ നമ്മൾ എഴുതണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ മെറ്റ ടൈറ്റിൽ എങ്ങനെ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതിനൊരു റൂൾ ഉണ്ട്. അത് ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ്. മെറ്റ ടൈറ്റിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് പ്രൈമറി കീവേഡ്. മെറ്റ ടൈറ്റിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പ്രൈമറി കീവേഡ് പ്ലസ് സെക്കൻഡറി കീവേഡ് പ്ലസ് ബ്രാൻഡ് നെയിം ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൈമറി കീവേഡ് നമ്മൾ എടുക്കുന്നു, പ്ലസ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി, അത് നമ്മൾ പ്രൈമറി ആയിട്ട് എടുത്ത്, പ്ലസ് സെക്കൻഡറി കീവേഡ് നമ്മൾ ആ ഒരു പേജിന് വേണ്ടി നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന അതിന്റെ സെക്കൻഡറി കീവേഡ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. അതിനുശേഷം ബ്രാൻഡ് നെയിം. ഈ ബ്രാൻഡ് നെയിം ആദ്യം കൊടുക്കുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഈ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേര്. അപ്പൊ ഈ കമ്പനിയുടെ പേര് ആദ്യം കൊടുത്തിട്ട് ഈ പ്രൈമറി കീവേഡിന്റെ സെക്കൻഡറി കീവേഡിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ നോക്കിയാൽ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി, ബെസ്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി, ബ്രാൻഡ് നെയിം, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ബ്രാൻഡ് നെയിം ഇപ്പം എക്സാമ്പിൾ ലൂണാർ ടെക്നോ ലാബ് ആണെങ്കിൽ ലൂണാർ ടെക്നോ ലാബ് എന്ന് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കൊടുക്കണം, ഈ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി പ്ലസ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. ഇത് നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് ഒറ്റ കീവേഡ് ആക്കി കൊടുക്കാം. ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലൂണാർ ടെക്നോ ലാബ് അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിക്കണം, ഇതൊരു 50 to 60 ലെങ്തിലായിരിക്കണം, വേർഡ്സിന്റെ ലെറ്റേഴ്സിന്റെ ലെങ്തിലായിരിക്കണം. കാര്യം അത് കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ലൂണാർ ടെക്നോ ലാബ് ഫ്രണ്ട് വേണമെങ്കിലും കൊടുക്കാം. ആദ്യം ഈ ബ്രാൻഡ് നെയിം കൊടുത്തിട്ട് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇത് ഗൂഗിൾ റാങ്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച കീവേഡുമായിട്ട് റിലേറ്റ് ചെയ്ത മെറ്റാ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ റാങ്ക് ചെയ്യാനും നമ്മൾ SEO വഴി നമുക്ക് ടോപ്പിക് കാണിക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവർ കൊടുത്തേക്കുന്നുണ്ടോ, ലൂണാർ ടെക്നോ ലാബ്. ഇവർ ആദ്യം ബ്രാൻഡ് നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കേരള നമ്പർ 1 സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവർ കൊടുത്തിരിക്കുന്നത് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇൻഫോ പാർക്ക് കൊച്ചി ട്രിവാൻഡ്രം എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ ബ്രാൻഡ് നെയിം ചിലവർ കൊടുക്കാറുണ്ട്, ചിലവർ കൊടുക്കാറില്ല. നമ്മളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മെറ്റാ ടൈറ്റിൽ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പ്രൈമറി കീവേഡ് പ്ലസ് സെക്കൻഡറി കീവേഡ് പ്ലസ് ബ്രാൻഡ് നെയിം. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രൈമറി സെക്കൻഡറി കീവേഡ് കമ്പൈൻ ചെയ്ത് ഒറ്റ ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിട്ട് നിൽക്കുന്നതിനെ കമ്പൈൻ ചെയ്ത് ഒന്നായിട്ട്. ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ മെറ്റാ ടൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാല് നമുക്ക് ഈ പവർ വേർഡ്സുകൾ യൂസ് ചെയ്യണം. പവർ വേർഡുകൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയത്തില്ല, ഇപ്പൊ ചില നിങ്ങൾ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മമ്മൂട്ടി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മോഹൻലാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കത് തുറന്നു നോക്കാൻ ടെൻഡൻസി കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർ ഇവിടെ എഴുതിയേക്കുന്നത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് ഡിസ്പ്ലേ ചെയ്തിരുന്നെങ്കിൽ തന്നെ ഇവിടെ EMI അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് പഠിക്കാൻ വരുന്ന ആൾക്ക് പെട്ടെന്ന് EMI അവൈലബിൾ എന്ന് കാണുമ്പോഴത്തേക്ക് അയാൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ മൂന്നാർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഈ ബെസ്റ്റ് ഹോട്ടൽ ഇൻ മൂന്നാർ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ ബുക്ക് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറിന്നോ ബുക്ക് നൗ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പവർ വേർഡ്സ് എന്ന് പറയാം അതിനെ, നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇപ്പം EMI അവൈലബിൾ എന്ന് ഇവർ കൊടുത്ത പോലെ
ഒരു EMI അവൈലബിൾ, ഇത് അവിടെ 60 ലെറ്റേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ടായി പോയി. ഇത് കുറച്ചുകൂടെ ചെറുതായിരുന്നു, ഇത് ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. കാര്യം ഇവിടെ EMI അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റുഡന്റ് നോക്കുമ്പോഴത്തേക്കും അവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്, ആ പേജിലേക്ക് അവർ കയറാനുള്ള ചാൻസ് കൂടുതൽ. ഇങ്ങനെ കൊടുക്കുന്ന വേർഡ്സിന് പവർ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മെറ്റാ ടൈറ്റിലും ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുക്കുമ്പോഴത്തേക്ക് ഈ പവർ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം, പവർ വേർഡ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഈ മെറ്റാ ടൈറ്റിൽ എങ്ങനെ ഫോം ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? പ്രൈമറി കീവേഡ് പ്ലസ് സെക്കൻഡറി കീവേഡ് പ്ലസ് ബ്രാൻഡ് നെയിം. ഈ ബ്രാൻഡ് നെയിം ആദ്യം കൊടുക്കും, ബ്രാൻഡ് നെയിം പ്ലസ് പ്രൈമറി കീവേഡ് പ്ലസ് സെക്കൻഡറി കീവേഡ്, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായല്ലോ. ഇതിനാണ് നമ്മൾ മെറ്റാ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആ മെറ്റാ ടൈറ്റിൽ നമ്മൾ എവിടെ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് HTML ആണ് കൊടുക്കുന്നത്. HTMLന്റെ അകത്ത് മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അതിനുള്ളിൽ കൊടുക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 50 to 60 ലെറ്റേഴ്സിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്ന് വെച്ചാൽ അത് ഫുള്ള് ഡിസ്പ്ലേ ചെയ്യും, കട്ടാവാതെ ഫുള്ള് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഈ പിന്നെ പവർ വേർഡ്സ് കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട് അട്രാക്റ്റീവ് ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ അറിയാലോ, നമ്മൾ റിലവന്റ് ആയിരിക്കണം. അത് നമ്മുടെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് റിലവന്റ് ആയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിന്റെ കോമ്പറ്റീഷൻ ലോ ആയിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ടൈൽ യൂസ് ചെയ്യണം. അതിന്റെ കോമ്പറ്റീഷൻ ലോയും SEO ഡിഫിക്കൽറ്റി, അത് ലോ ആയിരിക്കണം. സെർച്ച് വോളിയം, അത്യാവശ്യം സെർച്ച് വോളിയം ഉള്ള കീവേഡ്സേ യൂസ് ചെയ്യാവുള്ളൂ. കാര്യം ആൾക്കാർ സെർച്ച് ചെയ്യാത്ത ഒരു കീവേഡ് എടുത്ത് നമ്മൾ റാങ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം ആരും അതിൽ ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് ട്രാഫിക് കിട്ടത്തില്ല. അപ്പം അത്യാവശ്യം ആൾക്കാർക്ക് സെർച്ച് ചെയ്യുന്ന സെർച്ച് വോളിയം ഉള്ള SEO ഡിഫിക്കൽറ്റി കുറഞ്ഞ ഒരു കീവേഡുകൾ വേണം ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട്, പ്രൈമറി ആയിട്ട് സെക്കൻഡറി ആയിട്ട്. ഇത് നമ്മൾ ഓരോ പേജിനും സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ പേജിനും ഈ HTML പേജ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെല്ലാം ഈ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അപ്പം ഓരോ പേജിനും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ കണ്ടന്റിൽ യൂസ് ചെയ്യും. അതുപോലെ ഓരോ പേജിന്റെയും നമ്മൾ ടൈറ്റിൽ കൊടുക്കും. മനസ്സിലായോ? ഓരോ പേജിന്റെയും മെറ്റാ ടൈറ്റിൽ അത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഓരോ പേജ് എടുക്കുമ്പോഴും അത് അവിടെ ഡിസ്പ്ലേ ചെയ്യും. എക്സാമ്പിൾ ഇവിടെ നോക്കി, നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഈ സൈറ്റ് അണ്ടർസ്കോർ ആ വെബ്സൈറ്റിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ഡിസ്പ്ലേ ചെയ്യും. അത് സ്ക്രോൾ ചെയ്തോ നമുക്ക് അറിയാൻ പറ്റുമെന്നൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇതിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഓരോ പേജ് ഇവിടെ കാണിക്കും. കണ്ടോ? ഓരോ പേജിനും ഒരു മെറ്റാ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? മെറ്റാ ടൈറ്റിൽ ഓരോ പേജിനും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ പേജിനും നമ്മൾ എന്ത് വേണം? ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയതാണ് ഇവിടെ ഈ പേജിന് കൊടുത്തിരിക്കുന്നത് ഓൺ ജോബ് IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ പ്ലേസ്മെന്റിന്റെ ആണ്. കണ്ടോ? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പേജിനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓൺ ജോബ് IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഷ്വേർഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. അത് അട്രാക്റ്റീവ് ആയിട്ട് ഇവരെ ക്ലിക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിന്റെ എബൌട്ടിനകത്ത് നമ്പർ 1 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോൺടാക്ട് അസ്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ കോഴ്സസ് എന്ന് പറഞ്ഞ പേജിന് കൊടുത്തിരിക്കുന്നുണ്ടോ ബെസ്റ്റ് ഡാറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ കോഴ്സ് ഇൻ കൊച്ചി. ഇപ്പൊ ഡാറ്റാ സയൻസ് ഇപ്പൊ ട്രെൻഡിങ് ആയതുകൊണ്ട് അത് റിലേറ്റ് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ ഗാലറിക്ക് കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് ഡാറ്റാ സയൻസ് ഇൻ കൊച്ചി ട്രെയിനിങ്. അതുപോലെ ഓരോന്നിനും അവർ കൊടുത്തേക്കുന്നത് കണ്ടോ? ഇതുപോലെയാണ് നമുക്ക് കൊടുക്കാൻ. ഇപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ ഐഡിയ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്തുള്ള നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് ആണ്. കോമ്പറ്റീറ്റേഴ്സിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ മെറ്റാ ഡിസ്ക്രിപ്ഷനും മെറ്റാ ടൈറ്റിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് മാത്രം മതി. കാര്യം ഓൾറെഡി ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഒരുപാട് നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൽ നിന്ന് ബെസ്റ്റ് കണ്ടുപിടിക്കാനും അതുവഴി നമുക്ക് റാങ്ക് ചെയ്യാനായിട്ടും പറ്റും. ഇനി നമ്മളിപ്പോ മെറ്റാ ടൈറ്റിൽ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് നോക്കുന്നത്. ഫോർവേഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിങ് കാണിക്കുമല്ലോ, അതുപോലെ ഈ ഡിസ്ക്രിപ്ഷൻ ആണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഈ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ, ആ പേജിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനുമാണ് ഈ സെർച്ച് പേജിൽ കാണിക്കുന്നത്. ഒരു സെർച്ച് എഞ്ചിൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന എന്തൊക്കെയാണ്? അതായത് ഈ ഹെഡിങ് എന്ന് പറയുന്നത് മെറ്റാ ടൈറ്റിലും ഇവിടെ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ മെറ്റാ ഡിസ്ക്രിപ്ഷനുമാണ്. അപ്പൊ ഈ മെറ്റാ ടൈറ്റിൽ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനും ഇവിടെ കൊടുക്കാം. കണ്ടോ?
ഇന്ത്യസ് ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി കേരള ഓഫറിംഗ് ഫ്രീ ഇന്റേൺഷിപ്പ് ആൻഡ് 100% ജോബ് പ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തന്നെയാണോ ഇവിടെ കാണിച്ചേക്കുന്നത് നോക്കി, ഇന്ത്യസ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടോ, അത് തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അപ്പം മെറ്റാ ടൈറ്റിൽ 50 to 60 ക്യാരക്ടർ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് 155 to 160 വേർഡ്സ് ആണ്, ക്യാരക്ടേഴ്സ് ആണ്. 155 to 160 ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് വേണം, ആ ഒരു ഇതിൽ നിൽക്കുന്ന അത്രയും ഒരു ക്യാരക്ടറിൽ നിൽക്കുന്ന ഒതുങ്ങുന്ന ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മെറ്റാ ടൈറ്റിൽ എഴുതുപോലെ തന്നെ ശ്രദ്ധിക്കണം, റിലവന്റ് ആയിരിക്കണം, നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ആ പ്രൈമറി സെക്കൻഡറി കീവേഡുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ആ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പം അത് എന്നിട്ട് നമ്മളിപ്പോ ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഇപ്പൊ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാണിച്ചു, മെറ്റാ ടൈറ്റിലും കാണിച്ചു. നമ്മൾ ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഹോട്ടലിനെ പറ്റിയാണെങ്കിൽ നമ്മുടെ ട്രാഫിക് കുറയുകയും നമ്മുടെ ഈ ഗൂഗിൾ നമ്മളെ അത് നമ്മുടെ റാങ്കിങ് ഭയങ്കരമായിട്ട് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത കീവേഡ്സ് യൂസ് ചെയ്ത് വേണം നമ്മുടെ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനും മെറ്റാ ടൈറ്റിലും എഴുതാനായിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് മസ്റ്റ് ആയിട്ടും നമ്മൾ ഇതുപോലെ തന്നെ എന്ത് വേണം, ഈ പവർ വേർഡ്സ് യൂസ് ചെയ്യാൻ വേണം. പവർ വേർഡ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇവിടെ നമ്മളെ പവർ വേർഡ് എന്ന് പറഞ്ഞാൽ 100% ജോബ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പവർ വേർഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന എല്ലാവർക്കും ജോബ് പ്ലേസ്മെന്റ് എന്നായില്ലേ. അപ്പൊ ഇത് കാണുന്ന ഒരാൾ പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്യും. ഇത് രണ്ട് തമ്മിൽ നോക്കി, ഇവിടെ എഴുതിയേക്കുന്നത് നമ്പർ 1 സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നാണ്. പക്ഷെ അവിടെ ഒരു പ്ലേസ്മെന്റിനെ പറ്റി പറഞ്ഞില്ല. പക്ഷെ ഇവിടെ നോക്കിയേ ഫ്രീ ഇന്റേൺഷിപ്പ് ഉണ്ട്, അതിന്റെ 100% പ്ലേസ്മെന്റ് ഫ്രം 20+ ട്രെയിനിങ് കോഴ്സസ് ന്യൂ ബാച്ച് അറ്റ് ഇൻഫോ പാർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഫോ പാർക്കിനുള്ളിൽ 100% പ്ലേസ്മെന്റ് ഉള്ള ഒരു സ്ഥാപനം നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പവർ വേർഡ്സ് യൂസ് ചെയ്യണം. ഈ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് 150 to 160 വേർഡ്സിൽ നിൽക്കുകയും വേണം. ഇതുപോലുള്ള പവർ വേർഡ്സ് യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിൽ റാങ്ക് ചെയ്യാനും നമുക്ക് അതുവഴി കുറെ ട്രാഫിക് കിട്ടാനും ബിസിനസ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ SEO ചെയ്യുമ്പോൾ രണ്ടാമതായി നമ്മൾ ഈ കീവേഡ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പൊ ഈ കീവേഡുകൾ നമ്മൾ ആദ്യം പറഞ്ഞത് എവിടെയായിരുന്നു, നമ്മുടെ കണ്ടന്റ്, ഈ വെബ്സൈറ്റിന്റെ കണ്ടന്റിലായിരുന്നു. ഇത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ കോഡിനുള്ളിൽ മെറ്റാ ടാഗ് എന്ന് വെച്ചാൽ HTML ടാഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനിലും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ സെർച്ച് പേജിൽ കാണിക്കുന്നത് മെറ്റാ ടൈറ്റിലും മെറ്റാ ടാഗും ആണെന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നും പഠിച്ചു. ഇത് പ്രൈമറി സെക്കൻഡറി കീവേഡിന്റെ കോമ്പിനേഷൻ ആയിരിക്കണം നമ്മൾ പഠിച്ചു, പ്ലസ് ബ്രാൻഡ് നെയിം, ആ രീതിയിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് പ്രൈമറി സെക്കൻഡറി കീവേഡിന്റെ കോമ്പിനേഷനിലായിരിക്കണം ഇത് മെറ്റാ ഡിസ്ക്രിപ്ഷനും എഴുതാനായിട്ട്. അതിന്റെ അകത്ത് പ്രൈമറി മെറ്റാ ടൈറ്റിലിന് നമ്മൾ പഠിച്ചതെന്നാണ് 50 to 60 ക്യാരക്ടർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തുള്ളൂ. ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ 155 to 160 ലെറ്റേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൽ രണ്ടിലും നമ്മൾ മാക്സിമം പവർ വേർഡ്സ് കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രാഫിക് കിട്ടാനും ഇത് നമ്മൾ റാങ്ക് ചെയ്യാനുമായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. HTML നിങ്ങൾ ജസ്റ്റ് നോക്കുക. കാര്യം HTML നിങ്ങൾ വെബ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HTML കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ആ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് പഠിക്കാം. സിമ്പിൾ ആണ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വേർഡ് പ്രസ് വഴി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഈ HTML ബേസിക് ടാഗിനെ പറ്റി നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്കപ്പോൾ എന്താണ് ഈ ഏതെങ്കിലും ഒരു സൈറ്റിന്റെ നിങ്ങൾക്ക് അതിന്റെ സോഴ്സ് കാണണമെന്നുണ്ട്, HTML ടാഗുകൾ കാണണം, ഇതെങ്ങനെ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റിനകത്ത് വന്നിട്ട് ഗൂഗിൾ ക്രോമിലാണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പേജ് സോഴ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ പേജ് സോഴ്സ് വരും. അത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത പേജിലായിട്ട് പേജ് സോഴ്സ് എന്ന് പറഞ്ഞ് വരും. കണ്ട ഇവിടെ നിങ്ങൾക്ക് അപ്പൊ കാണാൻ പറ്റും. പേജ് സോഴ്സിന്റെ അകത്ത് വരുന്ന HTML ടാഗുകളാണ്. കണ്ടോ, ഈ ടാഗുകളിന്റെ അകത്ത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കിത് കാണാനായിട്ട് പറ്റും. ഓരോരോ ടാഗുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഹെഡിലാണ് നമ്മുടെ മെറ്റാ ടാഗും മെറ്റാ ഡിസ്ക്രിപ്ഷനും വരുന്നത്. ഇതുണ്ടോ, മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞ മെറ്റാ കഴിഞ്ഞ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് ബെസ്റ്റ്. അപ്പൊ അതിന്റെ അകത്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ SERP പേജിൽ ഇവിടെ കാണിക്കുന്ന ഹെഡിങ്. അതുപോലെ തന്നെ
ഈ കണ്ടന്റിന്റെ അകത്ത് കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്. കണ്ടോ, അതിനകത്ത് പവർ വേർഡ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൊടുക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ നമ്മുടെ ഊബർ സെർച്ചും ആ കീവേഡ് പ്ലാനറും അതുമൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് യൂസ്ഡ് ആയിട്ടിരിക്കുക. അപ്പൊ ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വരുമ്പോഴത്തേക്ക് ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചു കണ്ടന്റ് യൂസ് ചെയ്യേണ്ട രണ്ടാമത്തെ ഏരിയ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഏരിയ നമ്മൾ എവിടെയാണ്, കണ്ടന്റിലാണ് പറഞ്ഞത്. സെക്കൻഡ് ഏരിയ ആണ് നമ്മൾ ഈ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് മനസ്സിലായി, മെറ്റാ ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലായി, അത് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് മനസ്സിലായി, എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു സോ മച്ച്.